ഇന്നലെ എന്താ വരാഞ്ഞത്? ആണോ? അത് ശരി. ഇപ്പൊ എങ്ങനെ വരാനാ? അച്ഛൻ ഇവിടെ തിരക്കലല്ലേ? നോക്കട്ടെ കേട്ടോ. എനിക്കോ ഏറ്റവും ഇഷ്ടം എന്താ നിന്നെ അല്ലാതെ ആരെയാ? ആര്? ഇവിടെ ഉള്ളവരോ? അവരൊക്കെ നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കുള്ളൂ മോളൂ. ആണല്ലേ? കുളിക്കാൻ പോവാന്നോ? കുളി കഴിയുമ്പോ ഏത് ഡ്രസ്സാ മോളിടാൻ പോകുന്നത്? അന്ന് നമ്മൾ ഒബ്രോണി കണ്ടപ്പെട്ടതോ? ആ ബ്ലാക്കോ? ആ അത് മതി, അതെനിക്കിഷ്ടം. ആ എന്നാ വൈകുന്നേരം കൊണ്ടൊക്കെ പോര്. ഓക്കെ, ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, വെക്കട്ടെ. തന്നോളൂ. ആ കിട്ടി. തിരിച്ചു വേണ്ടേ? ഉമ്മ. അയ്യോ, റോയ്ച്ചൻ കൈ വിട്ടുപോയടാ. എപ്പോ ഞാൻ റോയ്ച്ചനെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ചുറ്റികളിലായിരിക്കും. അത് ഞാൻ കാണുമ്പോ പറയാറുണ്ടായിരുന്നു. ഇനി കണ്ടാ ഞാൻ പറയുകയും ചെയ്യും. പക്ഷെ ഇനി നമ്മളൊരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ. ഏതവളാണാവോ വന്ന് കേറാൻ പോകുന്നത്? നോട്ടപേശ കാണാം. നമ്മുടെ തോന്നിവാസത്തിന് എല്ലാത്തിനും റോയ്ച്ചനെ നിർദ്ദിച്ചു. അതാ പറ്റിപ്പോയത്. ഞങ്ങളാണോ നോക്കിയിട്ടിരുന്നത്? നീയല്ലേ? അതെ, ശരിയാ, എന്റെ തെറ്റാ. ഞാൻ അറിയുന്നുണ്ടോ പുറത്തിറങ്ങിയ റോയ്ച്ചൻ എന്തൊക്കെ വികൃതി കാണിക്കുമെന്ന്. എന്നാലും തറവാട്ടി പറഞ്ഞ കൊച്ചിനെ കൊണ്ട് റോയ്ച്ചനെ കെട്ടിക്കണമെന്നായിരുന്നു എന്റെ സ്വപ്നം. പാഴാവോ എന്റെ കർത്താവേ? ഉമ്മ വരെ കൊടുത്ത സ്ഥിതിക്ക് പ്രശ്നമാവുന്ന തോന്നുന്നേ. ഇതിപ്പോ ഏതവളാന്ന് എങ്ങനെ അറിയാ? ഡാ ടോണി, നീ ലെവലാണെങ്കിലോ? എവള്? നമ്മുടെ മൂവി ഡയറക്ടർ നേഹ. നേഹയോ? വല്ല ഗതിയുള്ളവല്ല ആണോ? നമ്മുടെ റോയ്ച്ചനെ ചേരോ? അതവളാവും. ഒരു കാരണമുണ്ട്. അവളെന്ന് എത്ര മണിക്ക് വരുമെന്ന് അറിയിച്ചിരുന്നത്? 11 മണി. ഇപ്പോ സമയം 9:50. ഇപ്പോ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടി പറഞ്ഞ സമയത്ത് ഇവിടെ എത്തുകയുള്ളൂ. കുളിക്കാൻ പോവുകയാണോ എന്ന് ആ കുട്ടിയോട് റോയിച്ചൻ ചോദിച്ചത് നമ്മൾ കേട്ടതല്ലേ? അതെ. എങ്കിൽ നീ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾ വരുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറ് റോയിച്ചൻ പറഞ്ഞ ബ്ലാക്ക് ആണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, ഷീ ഈസ് ദ വൺ. ഇതവളാണ്. തവളയാ? യു മീൻ ഫ്രോഗ്? This is our location. ബ്ലാക്ക്. ബ്ലാക്ക്. ദൈവമേ, ബ്ലാക്ക്. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയാ. ഞാൻ പോവാ. ഹായ്. ഹായ്. സാറ, ഇത് നേഹ. ഹായ് സാറ. റോയ്ച്ചൻ എവിടെ? അകത്തുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടോളാം. എന്റെ ക്രൂ ഒന്ന് വരും, നോക്കിക്കോളണേ. ബൈ. അവൾ വിളിച്ചത് കേട്ടോ? റോയ്ച്ചാന്ന്. ഒരു കുത്തു വെച്ചു കൊടുക്കാനാ തോന്നിയ? വേണ്ടായിരുന്നു, ഷൂട്ടിങ്ങും മട്ടായിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. 3 പേരും കൂടെ കുത്തി മറിയായിരുന്നല്ലോ. ഇനിയിപ്പോ ഈ ഒരു ഒറ്റ ദിവസം മതി റോയിച്ചന്റെ കൂടെ നടന്ന് നമ്മളെയൊക്കെ തോപ്പിക്കാൻ. എങ്ങനെയാടാ അവളെ റോയ്ച്ചനിൽ നിന്ന് പിരിക്കുന്നേ? നമുക്കെല്ലാവർക്കും കൂടി റോയിച്ചനോട് പറയാം. എന്ത് പറയണം? നമുക്കാർക്കും അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് റോയിച്ച അവളെ കെട്ടണ്ടെന്ന്. അപ്പ പറയും നിങ്ങൾ കെട്ടണ്ട, ഞാൻ കെട്ടിക്കൊള്ളാന്ന്. അറിയാലോ റോയ്ച്ചന്റെ ദേഷ്യമൊക്കെ. അങ്ങനെയൊന്നുമല്ല, പഴയ സ്വഭാവമൊക്കെ എന്താ മാറിയെന്നറിയോ? പണ്ട് ഞാൻ റോയിച്ചന്റെ മുമ്പ് കൂടി പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ? ആ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന റോയിച്ചനെ അവള് കൊണ്ടുപോകത്തേ ഉള്ളൂ. നീ വല്ല ഐഡിയയും പറ. സ്ക്രിപ്റ്റാ. എന്തിനാ? 2 ഡയലോഗ് ഉണ്ട്. ചേട്ടൻ സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? ഉണ്ടല്ലോ. എന്താ ചോദിച്ചേ? സിനിമക്കാരൊക്കെ അറിയോ? താൻ എന്താ കാണിച്ചേ? എല്ലാം പോയല്ലോ. എടോന്നോ? പിന്നെ എന്ത് വിളിക്കണം? ആർട്ടിസ്റ്റിനൊക്കെ എടോന്നാണോ വിളിക്കുക? പിന്നെ എന്താ ഞാൻ തന്നെ വിളിക്കേണ്ടത്? സാറേന്നോ? അല്ല, സാധാരണ ഈ ആർട്ടിസ്റ്റ് സാധാരണ ഒരു മേക്കപ്പാരനല്ലേ? ഇതൊക്കെ ഇട്ടേച്ചങ്ങ് പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. മേക്കപ്പ് ചെയ്തു.
ലാലേട്ടനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? ഇല്ല മമ്മൂക്കേനെയോ? ഇല്ല. സാരില്ല, ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആകുമ്പോ ആനന്ദിനെ മേക്കപ്പ് ചെയ്തു പറഞ്ഞോളൂ കേട്ടോ. മര്യാദക്ക് അവിടെ ഇരുന്നില്ലെങ്കിലേ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് മേക്കപ്പ് ചെയ്യണം നിന്നെ ആയിരിക്കും. പറഞ്ഞില്ലെന്നാണ്. മേക്കപ്പ് ചെയ്തോ? പറയൂ. ഇല്ല ഞാനിവിടെ ഒരു കോഫി ഷോപ്പിന്റെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല, നിങ്ങൾ പറഞ്ഞാ മതി. അയ്യോ, നേരത്തെ പറയണ്ടായിരുന്നോ? എന്റെ ഡേറ്റ് ക്ലാഷ് ആവും ചിലപ്പോ. ഓക്കെ. ഇല്ലടാ, കുഴപ്പമില്ല. നീ എല്ലാം ഫിക്സ് ചെയ്ത് എന്നോടൊന്ന് പറഞ്ഞാ മതി. അപ്പൊ ഓക്കെ, ശരി എന്നാ ഞാൻ വിളിക്കാം. ചേക്കേ, ബൈ. ഹായ്, ഐ ആം ടോണി. ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, എനിക്കൊന്ന് റെഡി ആവണം. ഓക്കെ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. യു ലുക്ക് റിയലി നൈസ്. താങ്ക് യു. എനിക്കറിയാം. പിന്നെ വേറെ ഏതൊക്കെ ആഡുകൾ ചെയ്തിട്ടുണ്ട്? കൊറേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഞാനും ആലോചിച്ചു, എവിടെയോ കണ്ടിട്ടുണ്ട്. ലിൻഡയുടെ ബോയ്ഫ്രണ്ട് അല്ലേ? അതെ. ഓക്കെ, എന്നിട്ട് ലിൻഡ ഇപ്പൊ എവിടെ? അവളുടെ മാരേജ് കഴിഞ്ഞോ? എപ്പോ? 2 ആഴ്ച മുമ്പ്. എന്നിട്ടെന്താ? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് നടത്തുന്നു. ഓക്കെ, സോ സാഡ്. വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി. ചേട്ടനൊന്ന് പുറത്തു പോയെന്നേ, എനിക്ക് എന്റെ പണി ചെയ്യണം. ഓക്കെ. മേക്കപ്പ് തെണ്ടി. ആ ഫോണൊന്ന് മാറ്റി വയ്ക്കൂ. ഓ സോറി.